എല്ലാവർക്കും യാത്രയുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ഇന്നലെ രാത്രിയിലാണ് ലേയിൽ നിന്ന് നമ്മൾ ശ്രീനഗർ എത്തിയത്. എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ് രാത്രിയിൽ ആ സോജില പാസ് കടന്നു പോരാതെ ശ്രമിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ഡാർക്കായി കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോൾ ഇവിടെ നേരം ഇരുട്ടുന്നതിന് മുമ്പാണെങ്കിൽ ഒരു കുഴപ്പമില്ല. മറ്റേതാണെങ്കിൽ നമുക്ക് റോഡിനെ പറ്റി ഒരു ധാരണയില്ല, റോഡ് തീർത്തും മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരുട്ടുന്നതിന് മുമ്പ് സോജില പാസ് കവർ ചെയ്യുക, അതൊരു നല്ല കാര്യമായിരിക്കും. അതാണ് സേഫ് എന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം. ഞങ്ങൾ രാത്രി വന്നൊരിടത്ത് റൂം ബുക്ക് ചെയ്തു. റൂം 2500 രൂപയാണ് റൂം റെൻറ്റ് കാണിച്ചിരുന്നത്. അവിടെ ബുക്ക് ചെയ്തു. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ 13,000 രൂപ എന്നാണ് അതിനകത്ത് കിടന്നിരുന്നത്. അതിനുള്ള സെറ്റപ്പും ഇല്ല, റൂമും ഇല്ല, സൗകര്യങ്ങളും ഇല്ല, വൃത്തിയില്ല, ഉള്ളത് പറയാമല്ലോ. ഒരു മറ്റേ എയർപോർട്ടിനടുത്തുള്ള ഒരു ഹോട്ടലാണ്. അത് ശരിക്കും ഒരു റൂംസ് മാത്രമേ ഉള്ളൂ അവിടെ കറക്റ്റായിട്ട് തന്നെ. ഈ പറയുന്ന റേറ്റ് ഒന്നും കൊടുത്ത് എടുക്കാനായിട്ടുമില്ല. 4.5 റേറ്റിംഗ് കൊടുക്കാനായിട്ടുള്ള റൂംസും ഇല്ല. റൂമിനേക്കാളും മോശം ബാത്റൂമാണ്. അതാണ് ഇന്നത്തെ തുടക്ക വിശേഷങ്ങൾ. ബാക്കി നമുക്ക് വഴിയെ കാണാം. നമ്മൾ നാഷണൽ ഹൈവേ 1 നിന്ന് ഇനി നാഷണൽ ഹൈവേ 44 പോകണം. അപ്പോൾ അത് ഇപ്പോൾ നമ്മളിവിടെ തിരിഞ്ഞങ്ങ് പോകും. Continue on National Highway 1 for 1.5 kilometers. രാവിലെ കയറേണ്ടാത്തൊരു ഓവർ ബ്രിഡ്ജൊക്കെ കയറിയതാ, ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങേണ്ടി വന്നു. ഈ വഴി ഞങ്ങൾ വന്നപ്പോൾ രാത്രിയായി. ഇവിടുത്തെ കാഴ്ചകളും ആരും കണ്ടില്ല. നമ്മൾ ഈ ടണൽ ഓഫീസിൽ പോയാണ് നമ്മൾ വണ്ടി ചാർജ് ചെയ്തത്. ഈ വഴിയൊക്കെ ഇറങ്ങുമ്പോൾ നല്ല സൂക്ഷിച്ചിറങ്ങിക്കണം കേട്ടോ. അപ്പുറത്തൊക്കെ നമ്മൾ പോയാൽ ഒരു പോക്കാ. പിന്നെ നിന്നാലല്ലേ ആ റോഡിൽ ടച്ച് ചെയ്യത്തില്ലല്ലോ. ഇവിടെ നിന്ന് അടുത്ത ടണലിലോട്ട് കയറുകയാണ്. കുറ്റാക്കൂരി ഇരുട്ടുള്ള ഒരു ടണൽ. കുറ്റാക്കൂരി ഇരുട്ടാണ്, കുറച്ചേ ഉള്ളൂ. ഏകദേശം 116 കിലോമീറ്റർ ഉണ്ട് നമ്മൾ പഞ്ചാബ് ഹവേലിയിൽ നിന്ന്. ഞാൻ 116 കിലോമീറ്റർ ഏകദേശം ഇറക്കം തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിന് പോകുന്ന വഴിക്ക് അദാനിയുടെ ഒരു ചാർജർ ഉണ്ടായിരുന്നു. അത് ജമ്മു എത്തുന്നതിനൊരു 50 കിലോമീറ്ററിന് മേളിൽ അവിടെ ചാർജ് ചെയ്യുക. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇത് വർക്കിംഗ് അല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഇവിടെ കയറി ഫുള്ളാക്കിയിട്ട് പോകാമെന്ന് വെച്ചു. ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. 23 രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ്. ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കോ ഡ്രൈവറിന് ഇച്ചിരി ക്ഷീണമൊക്കെ ആയി. കോ ഡ്രൈവർ മടുത്ത് തുടങ്ങി. ഒന്നാമത്തെ കാര്യം, ഇവരുടെ ഭക്ഷണം നമുക്ക് അങ്ങോട്ട് പിടിക്കരുത്. എല്ലാത്തിനകത്തും ഈ പരിപ്പും കിഴങ്ങും. പിന്നെ ഈ നാട്ടിൽ ആകെ കിട്ടുന്ന സാധനം KFCയും മക്ഡൊണാൾഡ്സും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കിട്ടുവേ. രാവിലെ വരെ 9 മണിയാകുമ്പോഴും KFC ഒക്കെ റെഡിയാണ്. പിന്നെ ഫുഡ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് അല്ലേ? നല്ല കത്തിയാ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ആ ജമ്മുവിലെടുത്ത റൂമിലെ ഭക്ഷണവും നല്ലതായിരുന്നു, വലിയ റേറ്റും ഇല്ലായിരുന്നു. റൂം ഒരു അത്യാവശ്യം നല്ലൊരു റൂം തന്നെയായിരുന്നു, വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ലായിരുന്നു. ഇന്നെടുത്തൊക്കെ എന്നാ ബിൽഡപ്പാ, പക്ഷെ അതിനുള്ളതൊന്നും ഇല്ല. ഇന്നലെ എടുത്ത 13,000 രൂപ ബ്രേക്ക്ഫാസ്റ്റ്. 13,000 രൂപ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. ആകെ 2 റൂമുണ്ട്. തട്ടുമ്പുറത്തുള്ള സെറ്റപ്പ്. നമ്മുടെ റൂമിൻ്റെ മണ്ടേക്കൂടെ എലിയൊക്കെ ഓടുന്ന ഒച്ചയേക്കാം. എന്നാണേലും നമുക്ക് കിട്ടിയ റൂമിനെ മണ്ടേക്കൂടെ എലിയൊക്കെ ഓടുന്ന ഒച്ചയേക്കായിരുന്നു. വലിയല്ല, പ്രാവാന്ന് തോന്നുന്നു. ഇനി അതും അറിയത്തില്ല. ഭക്ഷണം മാത്രം നമ്മുടെയൊക്കെ ഇവിടെ തട്ടുകട എന്തോരോ, എല്ലായിടത്തും തട്ടുകടയുണ്ട്. ഇവിടെ അങ്ങനത്തെയൊക്കെ സെറ്റപ്പുകളുണ്ട്. പക്ഷേ പിന്നെ നമ്മൾ സ്ഥലം കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കുറേയൊക്കെ സഹിക്കുക. പിന്നെ കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളെ നടക്കുകയുള്ളൂ.